ദൈവം മുൾപടർപ്പിന്റെ നടുവിൽ നിന്ന് അവനെ മോശേ മോശേ എന്ന് വിളിച്ചു. അതിന് അവൻ ഇതാ ഞാൻ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ഇങ്ങോട്ട് അടുക്കരുത്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകയാൽ കാലിൽ നിന്ന് ചെരിപ്പഴിച്ച് കളക എന്ന് കൽപ്പിച്ചു. ചെറിയ ചെറിയ സാധനങ്ങളാണെങ്കിലും ഒഴിവാക്കാൻ പറ്റാത്ത പലതും ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ. അതിലൊന്നാണ് നമ്മൾ ചവിട്ടി തേച്ചിട്ട് നടക്കുന്ന ചെരുപ്പ്. വിശുദ്ധിയുടെ പേരിൽ അത് ഒരു വെളിയിൽ കളഞ്ഞെങ്കിലും തിരിച്ചിട്ടുകൊണ്ട് വരുമ്പോഴോ? ചേട്ടാ, ഒരു സിസർ. നിങ്ങളെപ്പോഴെങ്കിലും ചെരുപ്പാണെന്ന് തോന്നിയിട്ടുണ്ടോ? അതിട്ടുകൊണ്ട് നടക്കുന്ന നിങ്ങളുടെ ഒരു അലവലാതി ചെങ്ങാതിയും. കൂടെ കൊണ്ടു നടക്കുമെങ്കിലും ചില തിണ്ടികൾ അങ്ങനാണ്. മറ്റുള്ളവരെത്ര തേഞ്ഞാലും സാരമില്ല, സ്വന്തം കാല് നോവരുത്. അവൻ്റെ കാല് നോവാതെ നിങ്ങൾ എത്ര സൂക്ഷിച്ചു കൊണ്ടു നടന്നാലും ഒടുവിൽ ആ പന്നി കൊണ്ട് ചെളിയിച്ചാടിയാലും പഴി കിട്ടുന്നതോ? ചെരുപ്പ്. അതൊക്കെ പോട്ടെ, ഏത് വഴിയിലും കാലിടറാതെ കൂടെ നിൽക്കുന്നവനാണ് യഥാർത്ഥ ചങ്ങാതി. പക്ഷെ കൂടെ നടക്കുന്ന വഴികളോ? അതേതു തരമാണെന്ന് ചിന്തിക്കാറുണ്ടോ എപ്പോഴെങ്കിലും? ആ വഴിയിൽ നിന്ന് കിട്ടുന്ന നോവ് നിങ്ങൾക്ക് മാത്രം സ്വന്തമായിരിക്കും. ആർക്ക് വേദനിച്ചാലും അവന് സാരമില്ല, അവൻ ആരെയും ശ്രദ്ധിക്കാറുമില്ല. നിങ്ങളിപ്പോൾ വിചാരിക്കും ഇത് സ്നേഹം കൊണ്ടാണെന്ന്. ഇത് സ്നേഹം കൊണ്ടൊന്നുമല്ല കേട്ടോ. ചെരുപ്പ് വൃത്തിയായിരുന്നല്ല അവൻ്റെ കാലും വൃത്തിയായിരിക്കൂ. അങ്ങനെ അങ്ങ് പോയാലോ? എന്തെങ്കിലും തിരിച്ചു തരണ്ടേ? മനുഷ്യരിങ്ങനെ എപ്പോഴും സ്വാർത്ഥരാണ്. അവൻ നടന്ന വഴികളിലെല്ലാം നീ അവനെ സംരക്ഷിച്ചു നടന്നു. ഒടുവിൽ നിനക്കെന്തെങ്കിലും പറ്റിയാലോ? അവൻ നിന്നെ സംരക്ഷിക്കുമെന്ന് കരുതിയോ? പടച്ച് ഭൂമിയിലോട്ട് വിട്ട തമ്പുരാനെ വരെ ചാട്ടയ്ക്കടിച്ച് ക്രൂശിത്തറച്ച ടീംസാണ്. പിന്നാണോ ഒരു ചെങ്ങായി? കർത്താവിന് സ്തോത്രം.